my first week of December, both the sides will open. Temporarily, we are opening this side. Right side will try to putting other side, we have to do some new testing. That will be there. So by first week of December, both the sides will be some testing is required. We have provided two openings, rendering the cyber two openings are there. First one for the cyber one, and for the we have arranged that also. From that side we will. കണക്റ്റഡാ ഇതാ വൈഫൈ പച്ചയിൽ കണക്റ്റഡ് എന്നുണ്ടോ മറ്റേ വഴി വരുന്നില്ലല്ലോ ഇപ്പുറത്തോ നിങ്ങളിപ്പോൾ എവിടെ ഉദ്ദേശിക്കുന്നത് ചർച്ച നടത്താം. Can I have a discussion? Yeah, we will have a discussion. We try to make it possible underneath the plan. And the thing that is and the bridge definition That's right. Base camp here. Underneath the plan. We need some support from the government. we can have a meeting with this mayor also. Before December 15th, might work. അവധിയാണെന്ന് പറഞ്ഞ് നമ്മൾ ആലോചിച്ചത്
ഇവിടെ തന്നെ ആയിക്കോട്ടെ. കിട്ടിയില്ല മറ്റേ നോക്കിയല്ലേ ഓണല്ലേ NH66 NH66 എന്ന സ്വപ്ന പദ്ധതിയുടെ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ട്രെച്ചുകളിലൊന്നാണ് കോഴിക്കോട് ബൈപ്പാസ്. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള ആ ബൈപ്പാസിൽ ഏറ്റവും പ്രശ്നം സൃഷ്ടിച്ചത് ഈ പ്രദേശമാണ്, ഈ പാലാടി പ്രദേശമാണ്. നമുക്കറിയാം, ഇന്നിവിടെ ഒരു വലിയ ഹൈലൈറ്റ് മാള്, ആ മാളിലേക്ക് വരുന്ന വാഹനങ്ങൾ, അതിൻ്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്ക് പ്രശ്നങ്ങൾ ദീർഘകാലമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പുറത്ത് സൈബർ പാർക്കുണ്ട്, സൈബർ പാർക്കിലുള്ള വാഹനങ്ങളും ഒക്കെ വലിയ പ്രശ്നമാണ്. അപ്പം അത് പരിഹരിക്കാനുള്ളതാണ് ഈ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ബൈപ്പാസ് സ്ട്രെച്ചിലെ ഏറ്റവും വലിയ ബ്രിഡ്ജാണ്. ഏകദേശം 690 മീറ്റർ നീളമുള്ള ബ്രിഡ്ജാണ്. 690 നീളമുള്ള ഇരുവശത്തും ട്രാഫിക്കിങ്ങുള്ളൊരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ്. ഒരു തരത്തിലുമുള്ള ട്രാഫിക് ബ്ലോക്കില്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇത് തന്നെ ഒരു 4 വരിയായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ പ്രവൃത്തി എല്ലാ സമയത്തും ഞങ്ങൾ റിവ്യൂ നടത്തിയിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ, പൊതുമരാമത്ത് വകുപ്പ്, ഇവിടുത്തെ ജില്ലാ ഭരണകൂടം എല്ലാ സമയത്തും ടൈംലി റിവ്യൂസ് നടത്തിയിരുന്നു. അപ്പം നമുക്ക് ഇപ്പോൾ ഇത് എത്രയും വേഗത്തിൽ തുറന്നു കൊടുക്കാനുള്ള ആലോചനയാണ് നടത്തിയത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കൊരു ക്രിസ്മസ് സമ്മാനമായി തന്നെ നൽകാനാകും. ക്രിസ്മസ് അവധി, ന്യൂ ഇയർ അവധി എന്ന് പറഞ്ഞാൽ തിരക്ക് ഭയങ്കരമായിട്ട് കൂടും. പിന്നെ എവിടെയൊന്നും നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. നീണ്ട വരിയാണല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവിടുന്ന് ജില്ലാ അതിർത്തിയോളം ലൈനുമാണ്, തിരിച്ച് മലാപ്പറമ്പ് വരെയും ബ്ലോക്കാണ്. അപ്പോൾ അവധിക്കാലത്ത് അത് കൂടുകയാണ്. അപ്പം അത് നേരത്തെ തന്നെ നമുക്കൊരു ഡിസംബർ ആദ്യം തന്നെ ഒരു 10-15-ഒക്കെ അടുത്തായിട്ടത് നാടിന് സമർപ്പിക്കാനാകും. വലിയ മാറ്റം ഉണ്ടാകും, വലിയ മാറ്റം നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഇവിടെ ഒരുപാട് പേർ സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ ഇവിടുത്തെ മറ്റ് തൊഴിലാളികൾ, വ്യാപാരികൾ, ഇവിടുത്തെ നാട്ടുകാർ, ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ, മറ്റ് പ്രശ്നങ്ങൾ, ഇതിനൊക്കെ എല്ലാ നിലയിലും സഹകരിച്ചവരാണ്. കുറേ പ്രാദേശിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രാദേശിക പ്രശ്നങ്ങൾ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത്, ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലാണ് വരുന്നത്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത്, കോഴിക്കോട് കോർപ്പറേഷനാണ് അപ്പുറത്ത്, കോഴിക്കോട് കോർപ്പറേഷൻ ഒക്കെ ചേർന്നുകൊണ്ട് സംസാരിച്ചു. അത് ജനങ്ങളോട് സംസാരിച്ചു, എതിർപ്പുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞു, പരിഹരിച്ചു, അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസായി. പ്രവൃത്തി നടക്കുന്ന സമയത്ത് പ്രവൃത്തി മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി പോലും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ വലിയ ഗതാഗതക്കുരുക്കായിരുന്നു. മണിക്കൂറുകളോളം ആളുകൾ ഇവിടെ നിൽക്കുന്ന സ്ഥിതിയാണ്. ഒരുപാട് ആശുപത്രി പോകേണ്ട കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ റോഡിൽ തന്നെ നമുക്ക് ആശുപത്രികളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നവർ പ്രശ്നം നേരിടുന്നു. അല്ലെങ്കിൽ കോഴിക്കോട് ടച്ച് ചെയ്യാതെ പെട്ടെന്ന് മറ്റ് ജില്ലകളിലേക്ക് പോകേണ്ട ഒരു പ്രശ്നം നേരിടുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയം ഉണ്ടായതിൻ്റെ ഭാഗമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനോടൊക്കെ പരിപൂർണമായി ക്ഷമയോടെ, സഹിഷ്ണുതയോടെ ജനങ്ങൾ നിലകൊണ്ടു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എല്ലാവർക്കും അറിയാം, ഇത് വരിക എന്ന് പറഞ്ഞാൽ നാടിൻ്റെ ഒരു സ്വപ്നമാണ്. ആ നിലയിൽ എല്ലാവരും സഹകരിച്ചു. ഇതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ സമയബന്ധിതമായി ഇപ്പോൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നു. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഭൂമി ഏറ്റെടുക്കലിന് വലിയൊരു തുകയാണ് ചിലവാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഭൂമി കിട്ടാനില്ല. അപ്പോൾ ഭൂമി നല്ല വിലക്ക് വാങ്ങേണ്ട സ്ഥിതി വന്നു. സംസ്ഥാന സർക്കാരും ഇതിന് ഫണ്ട് വിനിയോഗിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ 415 കോടി രൂപയാണ് ചെലവഴിച്ചത്. ജില്ലയിലെ മറ്റൊരു വലിയ പദ്ധതിക്ക് ചെലവഴിക്കേണ്ടതിനേക്കാൾ വലിയൊരു തുക ഇതിന് ചെലവഴിച്ചു. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, ജില്ലാ ഭരണകൂടം, ജനപ്രതിനിധികൾ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുനിന്നു. ഉദ്യോഗസ്ഥർ, ഈ ജില്ലയിലെ ഭരണകൂടം വലിയ നിലയിൽ സഹകരിച്ചു, ഇടപെട്ടു. NHAയുടെ ഉദ്യോഗസ്ഥർ, അവരെ പ്രത്യേകം ഇതിൽ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ PD, RO ഇവിടെ വരാറുണ്ട്. അതിൻ്റെ മറ്റുദ്യോഗസ്ഥർ, കരാറുകാർ, അങ്ങനെ എല്ലാവരും ഒരു ടീമായി നിന്ന്
മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വലിയ പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരം കാണാൻ വേണ്ടി പോവുകയാണ്. അതിനോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ട്രെച്ചിൻ്റെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള സ്ട്രെച്ചിൻ്റെ പ്രവൃത്തി ഏറെക്കുറെ അടുത്ത മഴക്കാലത്തിന് മുമ്പ് തീർക്കാനാകും എന്നാണ് കരുതുന്നത്. ഈ പാലം നമ്മൾ ഒരു ക്രിസ്മസ് അവധി സമ്മാനമായിട്ടാണ് നൽകുന്നതെങ്കിൽ ഈ പദ്ധതി ഒരു വിഷു സമ്മാനമായി നൽകാൻ പറ്റും എന്നാണ് ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു ഏപ്രിൽ മാസം അവസാനമൊക്കെ ആ സമയമൊക്കെ ആകുമ്പോൾ വിഷുവിന് മുമ്പായി തന്നെ തീർക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു കഠിന ശ്രമത്തിലാണ്. എന്തായാലും മഴക്കാലത്തിന് മുമ്പ് ഈ പ്രധാന ബൈപ്പാസിൻ്റെ പ്രവൃത്തിയും തീർക്കാനാവും. എന്നോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയും. പല സ്ട്രക്ചറുകളിൽ എവിടെയാണ് ഓപ്പണിംഗ് വരുന്നതെന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് പല ബുദ്ധിമുട്ടുണ്ട്. അത് പരിഹരിക്കാം. അതിന് നമ്മൾ പ്രത്യേകം ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിന് പ്രത്യേക നിലയിൽ ഇടപെടുന്നത്. ഇപ്പോൾ ഇതിന് തന്നെ ആളുകൾക്ക് പോകാനും ഈ മാളിലേക്ക് വരാനും ഒക്കെ തന്നെ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈബർ പാർക്കിലേക്ക് പോകാനും 3 വഴികൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതിലൊക്കെ ബോർഡും വരും. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിലൊന്നും ഒരു പ്രയാസം വരില്ല. മറ്റ് വിഷയം ഇവരൊക്കെ ഉള്ളത് He's asking a political question, that's why. ഈ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയുന്നത് പിണറായി വിജയനാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി നിരന്തരം ചർച്ച നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമില്ല എന്നുള്ള രീതിയിൽ ഒരു വർഷാസമ്മേളനം എടുത്ത ഒരു അമീർ തന്നെ രംഗത്ത് പറയുന്നത്. അല്ല, അത് അവർക്ക് ഈ മാളത്തിൽ നിന്ന് പുകഞ്ഞ് പുറത്തേക്ക് ചാടുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഞങ്ങൾ നിലപാട് നേരത്തെ പറഞ്ഞതാണ്. അതിൽ ചില തെറ്റായ വാർത്തകൾ വന്നതിനെതിരെ പാർട്ടി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. നിയമ നടപടിയിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ UDF എല്ലാ മതവർഗീയ പ്രസ്ഥാനങ്ങളെയും കൂട്ടി ചേർത്തുകൊണ്ടുള്ള അപകടകരമായ ചില നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ഫലം വന്ന് എണ്ണിക്കഴിഞ്ഞ ഉടനെ തന്നെ CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ വന്ന് ആഹ്ലാദ നൃത്തമാടി പടക്കം പൊട്ടിച്ചത് SDPI ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. UDF പോലുമല്ല. ഒരു ഭാഗത്ത് ഇത്തരം ജമാഅത്ത് ഇസ്ലാമി, SDPI ഇവയൊക്കെ പാലൂട്ടി വളർത്തുന്ന സമീപനമാണ് UDF സ്വീകരിക്കുന്നതെങ്കിൽ മറുഭാഗത്ത് BJP ദയനീയ പരാജയത്തിലേക്ക് എത്താതിരിക്കാൻ BJPയെ രക്ഷപ്പെടുത്തിയത് പ്രതിപക്ഷ നേതാവും UDF നേതാക്കന്മാരുമാണ്. കാരണം BJP തകർന്ന് തരിപ്പണമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. ഈ അടിയൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല. മത്സരം UDFും BJPയും ആണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിലൂടെ വലിയൊരു പരസ്യമാണ് BJPക്ക് നൽകിയിട്ടുള്ളത്. BJPക്ക് വോട്ട് ചെയ്യാൻ മടിച്ചവരുടെ ഇടയിൽ പോലും, കാരണം എന്തായാലും വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് കരുതിയവരുടെ ഇടയിൽ പോലും BJP പ്രധാന മത്സരത്തിലാണെന്ന് തോന്നുന്ന നിലയിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അങ്ങനെ BJPക്ക് ഒരിക്കലും വോട്ട് ചെയ്യില്ല എന്ന് കരുതിയ വോട്ടർമാരെ പോലും BJPക്ക് വോട്ട് ചെയ്യിക്കാനാണ് ആ സമീപനം കാരണമായത്. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞു UDF LDF ആണ് മത്സരം. UDFും LDFുമാണ് എന്നുള്ള മത്സരം എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ തെറ്റായ പ്രചരണം നടത്തിയത്. ഈ തെറ്റായ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് BJP ഇത്രയെങ്കിലും വോട്ട് വാങ്ങിയത്. ഇല്ലെങ്കിൽ ഇതിലും ദയനീയമാകും സ്ഥിതി. അപ്പോൾ ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി, SDPI എന്നിവരെയൊക്കെ സംരക്ഷിക്കുകയാണ്. ഇപ്പുറത്ത് BJPയുടെ രക്ഷാധികാരിയായി പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുകയാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതൃത്വം പ്രവർത്തിക്കുകയാണ്. എല്ലാ നിലയിലും മതവർഗീയ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത കാരണം സമനില തെറ്റിയവരായി കേരളത്തിലെ UDF നേതാക്കന്മാർ മാറി. അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തി അഴിമതി നടത്തണം. ഗ്രൂപ്പ് പോരും തമ്മിലടിയും കെടുകാര്യസ്ഥതയും കാട്ടുകൊള്ളയും UDFന്റെ ഭരണകാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോഴും സ്വപ്നത്തിൽ ഒരു ഹൊറർ സിനിമയെക്കുറിച്ച് ഓർത്ത് ഞെട്ടുന്നത് പോലെ ഞെട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും അധികാരത്തിൽ വരണമെങ്കിൽ ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും പ്രയാസപ്പെടുത്തണം, ഇടതുപക്ഷ സർക്കാരിന്. അപ്പോൾ അധികാര കൊതിയുടെ അന്ധത കാരണം മതവർഗീയ പ്രസ്ഥാനങ്ങളുമായി കൈകോർത്തുകൊണ്ടാണ് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, UDF നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ ജനത മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. പാലക്കാട് ധാരണ ഉണ്ടോ എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. CPIയുമായിട്ട് ധാരണകൾ ഉണ്ടായിരുന്ന ചർച്ച നടത്തിയെന്ന് വിഭാഗത്ത് പറയുന്നു. UDFുമായി ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പിന്നീട് പറയാമെന്ന് പറയുന്നത്. അല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് വളരാൻ കേരളത്തിന്റെ മണ്ണ്
അനുകൂലമാകണമെങ്കിൽ കേരളം ഭരിക്കേണ്ടത് LDF അല്ല UDF. UDF ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്ന മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ എളുപ്പമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ വളരാൻ സൗകര്യം UDF ഭരിക്കുമ്പോഴാണ്. ഇന്ന് കേരളത്തിൽ ഒരു മതവർഗീയ കലാപവും ഇല്ല. ഇന്ന് കേരളത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന എന്തെങ്കിലും നീക്കമുണ്ടെങ്കിൽ സർക്കാർ മുഖം നോക്കാതെ നിലപാടെടുക്കും. അങ്ങനെയുള്ള പ്രത്യേകത കേരളത്തിലുണ്ട്. അപ്പോൾ LDF സർക്കാർ ഭരിക്കുമ്പോൾ മതവർഗീയ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമല്ല. അതുകൊണ്ട് അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ വളർച്ചയെ ബന്ധപ്പെട്ട് കേരളത്തിൽ UDF ഭരിക്കണമെന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ സർക്കാർ കക്ഷി ചേരും. രണ്ട് വർഗീയതയും സർക്കാർ പാലൂട്ടി വളർത്തും, പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് ഈ ഭരണം എങ്ങനെയെങ്കിലും താഴ്ത്തിറക്കി UDFന്റെ ഒരു ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഭാഗത്ത് BJP ഉൾപ്പെടെയുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങൾ, SDPI, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങളാണ്. ഇരു മതവർഗീയവാദികളും UDF ഭരണം കേരളത്തിൽ ആഗ്രഹിക്കും. കാരണം അവർക്ക് വളരണമെങ്കിൽ UDF കേരളത്തിൽ വരും. ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തെ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. അവരുടെ അന്വേഷണത്തിൽ അവർക്ക് തൃപ്തികരമല്ല എന്നാണ് സർക്കാർ CBI അന്വേഷണത്തിൽ എന്താണ് നിലപാടെന്ന് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. അത് ആ ഘട്ടത്തിൽ പറയും. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാട് പാർട്ടിയും ഗവൺമെന്റും ഒക്കെ പറഞ്ഞത്. ഈ BJPയിൽ വലിയ തർക്കം നടക്കുകയാണ് പാലക്കാട്. BJPക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്ന ഒരു മാധ്യമപ്രവർത്തകനെ വെറുതെ വിടില്ല എന്നാണ് സുരേന്ദ്രന്റെ പ്രതികരണം. ഒന്ന്, BJPയിലെ ആഭ്യന്തര പ്രശ്നത്തിൽ കക്ഷി ചേരാൻ ഞങ്ങളില്ല. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ തമ്മിലുള്ള ഗ്രൂപ്പ് തല്ലിലോ കക്ഷി ചേർന്ന് അത് രൂക്ഷമാണെന്നോ അത് കുറവാണെന്നോ അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പ് നേതാവ് പറയുന്നത് ശരിയാണ്, ഇന്ന ഗ്രൂപ്പ് നേതാവ് പറയുന്നത് തെറ്റാണ് എന്നൊന്നും പറയാൻ ഞങ്ങളില്ല. അത് അവരുടെ ആഭ്യന്തര പ്രശ്നം. എന്നാൽ BJPക്കകത്ത് ആഭ്യന്തര പ്രശ്നം രൂക്ഷമാകുന്നതിന് പല കാരണങ്ങളുണ്ട്. BJPക്കകത്ത് ഇനി ഒരു ആഭ്യന്തര പ്രശ്നമില്ല. BJP ഒറ്റക്കെട്ടാണെങ്കിലും കേരളത്തിൽ BJPയുടെ വോട്ട് കുറയും. കാരണം എന്താ? കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകേണ്ട ഫണ്ടൊന്നും നൽകുന്നില്ല. ചൂരൽമല ദുരന്തമുണ്ടായിട്ട് പോലും ഫണ്ട് ഇതുവരെ തരാൻ തയ്യാറായിട്ടില്ല. എത്രയെത്ര സംസ്ഥാനങ്ങൾ അതിനുശേഷം സഹായിച്ചു, കേരളത്തെ സഹായിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായി BJPക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്ത വോട്ടർമാരിൽ ഉൾപ്പെടെ കടുത്ത പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. രണ്ടാമത്തെ നമ്മൾ കാണേണ്ട പ്രശ്നം BJPക്കകത്ത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ഇതൊരു പുതിയ സംഭവമാണോ? ഞാൻ മുമ്പ് കേന്ദ്രമന്ത്രിയുടെ പ്രശ്നം വന്നപ്പോൾ പറഞ്ഞില്ലേ, കേരളത്തിൽ ഇത് കുറവാണ്. കേരളത്തിന് പുറത്ത് BJP നേതൃത്വം മാധ്യമങ്ങളോട് എടുക്കുന്ന സമീപനം എന്താ? BJPക്കെതിരെ വാർത്തകൾ ഉത്തരേന്ത്യയിലും മറ്റും കൊടുത്തു കഴുത്ത് തലയുണ്ടാവില്ല. എത്ര മാധ്യമ സ്ഥാപനങ്ങൾ കയറി അടിച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ട്, എത്ര മാധ്യമ സ്ഥാപനങ്ങളെ പൂട്ടിയിട്ടുണ്ട്, എത്ര മാധ്യമ സ്ഥാപനങ്ങൾ നിസ്വാർത്ഥമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കുകയും വാർത്ത കൊടുക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ഭീകരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് BJP എന്ന പാർട്ടി. ആ BJP എന്ന പാർട്ടി കേരളത്തിൽ അത്രത്തോളം നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ടാണ്. ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഉറപ്പിച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും, നിങ്ങളൊക്കെ സുരക്ഷിതരാണ്. എന്ത് വാർത്തയും നിങ്ങൾക്ക് കൊടുക്കാം, സംസ്ഥാന സർക്കാരിനെതിരെ എന്തും കൊടുക്കാം, ആർക്കെതിരെ എന്ത് അസംബന്ധവും കൊടുക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നവും വരില്ല. കാരണം ഇവിടെ ഭരണം നടത്തുന്നത് സംസ്ഥാന സർക്കാർ, LDF സർക്കാർ. എന്നാൽ നിങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനത്തോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റുമോ എന്നുള്ളത് പരിശോധന നടത്തി നോക്കൂ. നിങ്ങളൊന്ന് ഒരു ഗ്രൂപ്പായി ഒരു ടീമായി ഒരു പിക്നിക്കിന് പോകും, ഓരോ സ്റ്റേറ്റിൽ പോകും, ഒരു ടൂർ പോയി നോക്കൂ. എത്ര മാധ്യമ പ്രവർത്തകർ ഭീകരമായി മർദ്ദനേറ്റിട്ടുണ്ട്. ഒരു വാർത്ത കൊടുക്കാൻ പറ്റുമോ? വാർത്ത കൊടുക്കാൻ പറ്റില്ല. വാർത്ത BJPക്കെതിരെ കൊടുത്താൽ, ഭരിക്കുന്ന പാർട്ടിക്കെതിരെ കൊടുത്താൽ ഭീകരമായി മർദ്ദിക്കും. പോലീസ് വേറെ നിലയിൽ കൈകാര്യം ചെയ്യും. ഇതൊക്കെയല്ലേ നടക്കുന്നത്. എത്ര പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, എത്ര മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടിയിട്ടുണ്ട്. ആ പാർട്ടിയാണ് BJP. ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സുരേന്ദ്രൻ എന്നുള്ളതുകൊണ്ട് ഈ പറഞ്ഞതിൽ ഒരു അത്ഭുതം നമുക്ക് ആർക്കും വേണ്ട. ഓക്കെ.